നമസ്കാരം. പിണറായി സർക്കാരിനെ വരുതിയിലാക്കാമെന്ന് കരുതി ഇറങ്ങിയ നിലമ്പൂർ MLA PV അൻവറിന്റെ കണക്കുകൂട്ടൽ അപ്പാടെ പാളിപ്പോവുകയായിരുന്നു. അതോടെയാണ് സർക്കാരിനെ താറടിക്കാനായി നിരവധി ആരോപണങ്ങളുമായാണ് അൻവറിന്റെ വരവ്. അപ്പൊ എന്തായിരുന്നു മാധ്യമങ്ങളുടെ പ്രകടനം? ഓടി നടക്കുന്നു, അതായത് അൻവറിന്റെ പുറകെ ഓടി നടക്കുന്നു, മാധ്യമങ്ങൾ ബൈറ്റ് എടുക്കുന്നു, പത്രസമ്മേളനത്തിൽ പോകുന്നു, പിന്നെ ADGP MR അജിത് കുമാറിനെതിരെ അഴിമതി ആരോപണം ഒടുവിൽ അൻവർ ഉന്നയിക്കുന്നു. പ്രധാന ആരോപണം കവടിയാറിലെ വീട് വയ്പായിരുന്നു. ഈ വസ്തു വളരെ നേരത്തെ വാങ്ങിയതാണെന്നും ലോൺ എടുത്താണ് വീട് പണിയുന്നതെന്നും അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു ആ രാജ്യത്ത്. ഇതിനൊപ്പം മരമുറി അഴിമതിയും, അത് അജിത് കുമാർ അറിഞ്ഞു കാണുമെന്ന് പോലും സാധ്യതയില്ല. അഴിമതി ആരോപണമായിരുന്നു ഇത്. ഒരടിസ്ഥാനവുമില്ലാത്ത ഈ ആരോപണത്തിൽ അജിത് കുമാറിനെ ഒന്നും ചെയ്യാനാകില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരസ്യമായ പ്രതികരണം മുഖ്യമന്ത്രി നടത്തി. രേഖകൾ സഹിതം അജിത് കുമാറിനെതിരെ അൻവർ ആഞ്ഞടിച്ചു. പക്ഷെ അതും അങ്ങ് വാളിപ്പോയി. ഈ ആരോപണത്തിലും കാര്യമൊന്നുമില്ലെന്ന് വിജിലൻസ് കണ്ടെത്തി. വിജിലൻസിന്റെ വിശദീകരണം ഒറ്റ നോട്ടത്തിൽ തന്നെ തെളിയിക്കുന്നത് പലതും ഒളിച്ചു വെക്കാനായിരുന്നു അൻവറിന്റെ ഇത്തരം ആരോപണങ്ങൾ എന്ന് തന്നെയാണ്. ADGP കവടിയാർ 38.8 ലക്ഷം രൂപ നൽകി 2016 ഫെബ്രുവരിയിൽ സ്വന്തം പേരിൽ ഫ്ളാറ്റ് വാങ്ങി. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇത് വാങ്ങുന്നത്. 10 ദിവസം കഴിഞ്ഞ് ഇത് വിൽക്കുകയാണ്. 33 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് 65 ലക്ഷം രൂപയ്ക്ക്. ഇരട്ടി വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ പണം? ഇത് കൈക്കൂലിയായി സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ പണമാണെന്നാണ് അൻവറിന്റെ ആരോപണം. ഇത്തരത്തിൽ 32 ലക്ഷം രൂപ വൈറ്റായി. ADGP കൈക്കൂലി വാങ്ങി ഫ്ളാറ്റുകൾ വാങ്ങുകയാണെന്നും അൻവർ പറഞ്ഞു. രജിസ്ട്രേഷന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാത്രം 4.7 ലക്ഷം രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് അധികാര ദുർവിനിയോഗത്തിൽ വരുന്നതാണ്. വിജിലൻസ് അന്വേഷിക്കേണ്ടതാണെന്നായിരുന്നു അൻവറിന്റെ നിലപാട്. ഏതായാലും കോണ്ടൂർ ഫ്ളാറ്റിലും അൻവറിസം പൊളിഞ്ഞുവെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങിയ 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറച്ചു വിറ്റു എന്നും ഇതുവഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുമുള്ള ആരോപണം ശരിയല്ലെന്നാണ് കണ്ടെത്തൽ. 2009 കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത്. ഇതിനായി 25 ലക്ഷം രൂപ വായ്പ എടുത്തു. 2013 കമ്പനി ഫ്ളാറ്റ് കൈമാറി. പക്ഷെ സ്വന്തം പേരിൽ ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി എന്നാണ് കണ്ടെത്തൽ. 4 വർഷം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നത് 2016 വിൽപ്പനയ്ക്ക് 10 ദിവസം മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 8 വർഷം കൊണ്ടുണ്ടായ മൂല്യവർദ്ധനമാണ് വീടിന്റെ വിലയിൽ ഉണ്ടായത്. സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇങ്ങനെയുള്ള സാങ്കേതിക വിഷയങ്ങൾ പല ഫ്ളാറ്റ് കച്ചവടത്തിലും ഉണ്ടാകാറുണ്ട്. പണം നൽകി വാങ്ങി 8 കൊല്ലത്തിനു ശേഷം കരാർ എഴുതിയതിലെ പ്രശ്നമാണ് അൻവർ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത്. ഇക്കാര്യം വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ വെറും ഒരു പുകമറ സൃഷ്ടിക്കുകയായിരുന്നു അൻവർ എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അജിത് കുമാറിനെ എല്ലാ അർത്ഥത്തിലും പൊതുസമൂഹത്തിന് മുന്നിൽ സംശയത്തിൽ നിർത്തുകയായിരുന്നു. കോണ്ടൂർ ഫ്ളാറ്റ് ആരോപണം അജിത് കുമാറിനെ ഉയർത്തിയ ആരോപണങ്ങളിലൊന്നും വ്യക്തമായി തെളിയിക്കാൻ അൻവറിന് സാധിച്ചില്ല.